സ്നേഹ ആൻഡ് ജിത്തുബായ്, നിങ്ങൾ രണ്ടുപേരും കാർത്തിക് സൂര്യന്റെ പുതിയ വ്ളോഗ് വീഡിയോ കണ്ടോ? കണ്ടു നിങ്ങൾ കണ്ടില്ല? I turned a 1-star rated train to 5-star. എന്ത് കിടിലം കണ്ടല്ലേ? ഓക്കെ, അത് ആക്ച്വലി കുറെ പേര് പറയുന്നുണ്ട്. റയാൻ തർഹാൻ എന്ന് പറഞ്ഞുള്ള ചെക്കുണ്ട്, റയാൻ ട്രഹാൻ. ആ വീഡിയോയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അവരുടെ തെറ്റൊന്നുമില്ല. അങ്ങനെ കണ്ടന്റുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും. സിനിമ വരെ ലൈഫ് വരെ അപ്പുറത്തും ഇപ്പുറത്തും കോപ്പി അടിക്കുന്നു ഒരു കോണ്ടന്റ്. അതൊന്നും വിഷയമൊന്നുമല്ല. പക്ഷെ എനിക്കത് കംപ്ലീറ്റ് കോപ്പി ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഇൻസ്പയർഡ് വൺ ആണ്, ദാറ്റ്സ് ഫൈൻ. പക്ഷെ ആ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ, അതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും ഈ വീഡിയോനകത്ത് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാർത്തിക്. ഓക്കെ, ഇപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ എന്തായാലും പ്ലേ ചെയ്യട്ടെ. ഇന്ത്യയിലെ ലോങ്സ്റ്റ് റണ്ണിംഗ് 1-star റേറ്റഡ് ട്രെയിൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5-star റേറ്റഡ് ട്രെയിൻ ആക്കാൻ പോവുകയാണ്. 4218 കിലോമീറ്റർ, അതാണ് ഇന്ത്യയിലെ ലോങ്സ്റ്റ് റണ്ണിംഗ് ട്രെയിൻ. വിവേക് എക്സ്പ്രസ് എന്ന പേരുള്ള ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തമിഴ്നാട് കന്യാകുമാരിയിലാണെങ്കിൽ ഇത് ചെന്ന് എൻഡ് ചെയ്യുന്നത് ആസാമിലെ ദിബ്രുഘട്ടിലാണ്. 3 ദിവസവും 3 മണിക്കൂർ എടുക്കുന്ന ഈ യാത്ര ഏറ്റവും ലോങ്സ്റ്റ് ആണെന്നുള്ളതിന് ഉപരി ഈ ട്രെയിനിന് മറ്റൊരു ക്രെഡിറ്റ് കൂടെ ഉണ്ട്. വൺ ഓഫ് ദി മോസ്റ്റ് വേർസ്റ്റ് റേറ്റഡ് ട്രെയിൻസ് ഇൻ ദ ഇന്റർനെറ്റ്. ഫോർ എക്സാമ്പിൾ 7/7/2024 ദത്ത ഇട്ടേക്കുന്ന കമന്റ് ആണ് ഗൈസ്. ആക്ച്വലി റിഗാർഡിംഗ് പങ്ക്ച്വാലിറ്റി ഇറ്റ് ഡസന്റ് ഡിസർവ് എനി റേറ്റിംഗ്. 3 hour ഡിലേ ക്യാൻ ബി അക്സെപ്റ്റബിൾ, ബട്ട് ആഫ്റ്റർ ദാറ്റ് നോ ഇൻഫർമേഷൻ അബൌട്ട് ദ ടൈമിംഗ്. ഗെറ്റിംഗ് ലേറ്റ് ഫോർ 5 to 6 hours at departure from starting points itself is not at all acceptable. Indian Railway should kindly look after this matter. ഇപ്പൊ മണി 5:30 പുറപ്പെടേണ്ട ട്രെയിൻ 5 മണിക്ക് ഇവിടെ വന്ന് കിടക്കുകയാണ് ഗൈസ്. ഡിപ്പാർച്ചറിൽ അപ്പോ ഇവരുടെ പങ്ക്ച്വാലിറ്റി ഓൺ ടൈം ആണ്. Kudos to that. ഒരു മിത്ത് നമ്മൾ ബസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇതാണ് ബേസിക് കണ്ടന്റ്. അതായത് ഈ ട്രെയിനിനെ കുറിച്ച് വന്ന 1-star റേറ്റഡ് ആയിട്ടുള്ള എല്ലാ കമന്റുകളും 5-star റേറ്റഡ്. അതായത് അതിൽ പറഞ്ഞ കംപ്ലൈന്റുകളൊക്കെ ബേസിക്കലി കാർത്തിക ട്രെയിനിനകത്ത് ട്രാവൽ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഒരു ട്രെയിൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതലുള്ള കംപ്ലൈന്റുകൾ എന്തൊക്കെയാവും? എത്താത്തത്. അതെ, ടൈമിംഗ് ആണ്. പക്ഷെ ടൈമിംഗ് പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചില ദിവസം നേരത്തെ എത്തും, ചില ഓൺ ടൈം ആവും, ചില ദിവസം ലേറ്റ് ആവും. ഡിപ്പെൻസ്. റയർ കേസസ്, ബട്ട് ഡിപ്പെൻസ്. ഞാൻ വീണ്ടും പറയുന്നു, ഓൺ ടൈമിലുള്ളതായിരിക്കുമല്ലോ കൂടുതൽ, എന്നും ലേറ്റ് ആയിട്ടുള്ളല്ലോ. അതെ, അപ്പൊ ഡിപ്പെൻസ് ആണ്. പക്ഷെ എപ്പോഴും നമ്മൾ നോക്കേണ്ട മെയിൻ സാധനം എന്താ? വൃത്തി. ആൻഡ് അല്ല, നമ്മളൊരു റെയിൽവേ സ്റ്റേഷൻ ചെന്ന് ആദ്യം കേൾക്കുന്ന സാധനം, നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിൻ 1 വർഷം അല്ല 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ്. അത് എപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാ, എപ്പോഴും കണ്ടിന്യൂസ്ലി. അതായത് 3 ദിവസം യാത്ര പോകണ പ്രത്യേകിച്ച് ട്രെയിനുകളൊക്കെ ആകുമ്പോ, അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വർഷം പോകേണ്ട അവസ്ഥ വരുമ്പോ. അപ്പൊ വൃത്തി ഒരു മാറ്റർ ആണ്. ദ വെരി നെക്സ്റ്റ് തിങ് ഈസ് ആളുകൾ ഇടിച്ചു കയറുന്നത് ബുക്ക് ചെയ്യാത്ത സീറ്റിൽ, ജനറലിൽ നിന്ന് ഇപ്പുറത്തെ കമ്പാർട്ട്മെന്റിലേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട്. ഈ സാധനം വേറൊരു സീനാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ചധികം കമന്റുകളും സാധനങ്ങളും 1-star റേറ്റിംഗ് ഒക്കെ കാർത്തിക് വായിക്കുന്നുണ്ട്, ക്ലിയർ ചെയ്യുന്നുണ്ട്. Very bad quality because we booked AC coach and there is no clean. Full waste things and bathroom also not clean. Nobody put the water and wash basin also full of waste. I don't give any rating. First of all, this train must be improved toilet facility. Kakus അതെന്നും ഒരു വില്ലനായി ഇന്ത്യൻ റെയിൽവേയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവർ കൊടുത്ത ഓരോ റേറ്റിംഗും നമ്മൾ ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ അത് നമ്മളൊരു 5-star റേറ്റിംഗ് ആക്കി ഈ വീഡിയോയിൽ കൺവേർട്ട് ചെയ്യുന്നതുമായിരിക്കും. കാർത്തിക് സൂര്യ സ്റ്റൈൽ. Kakus is the issue of the link of the link. കക്കൂസ് ആണ് വിഷയം. ബട്ട് വൈ? പക്ഷെ ഞാൻ പറയട്ടെ, ഇത് ട്രെയിനിലെ കക്കൂസ് മാത്രമല്ല കേട്ടോ. ഇപ്പൊ ഞാൻ കാര്യം പറയാം, നമ്മളിപ്പോ ട്രാവൽ ചെയ്യുന്ന നമ്മള് കുറെ ബൈ റോഡ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാറ് പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഇതിൽ ഹോട്ടൽ പിന്നെ ഓക്കെയാണ്. പെട്രോൾ പമ്പൊക്കെ ചില പെട്രോൾ പമ്പ് സീനാണ് അല്ലേ? സീനാണ്. നമ്മളൊരു ലോങ് റൂട്ട് പോയിട്ടുണ്ടെങ്കിൽ 1-2 പെട്രോൾ പമ്പ് ഉണ്ടാവും നല്ലത്, ബാക്കി എല്ലാം കണക്കാ. സർക്കാർ എവിടെയെങ്കിലും അല്ലേ? അല്ല, നമ്മൾ തന്നെ എത്ര പ്രാവശ്യം ഉണ്ട്, ഇവർക്കൊക്കെ എങ്ങനെ ലൈസൻസ് കിട്ടണോ? ബാത്റൂമും കൂടെ ഇപ്പം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതെ, ഞാൻ പറയുമ്പോൾ സർക്കാർ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ റോഡ് സൈഡിൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് എല്ലാം അല്ലേ, ഒരു 20-30 കിലോമീറ്ററിലും സർക്കാർ വക നല്ല, അത് പെയ്ഡ് വെച്ചോട്ടെ, പൈസക്ക് വെച്ചോട്ടെ, എല്ലാവരും റെഡിയാവും. ഗർഭിണികൾ യാത്ര ചെയ്യും, കുട്ടികളെ പിടിച്ചുള്ളവർ യാത്ര ചെയ്യും, വയസ്സായവർ യാത്ര ചെയ്യും,
പല അസുഖമുള്ള അതെ, ആളുകൾ ഡിസബിലിറ്റി ഉള്ളവർ യാത്ര ചെയ്യും, അസുഖമുള്ളവർ യാത്ര ചെയ്യും. സോ സർക്കാരിന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഒരു 30 കിലോമീറ്റർ ലോങ് റൂട്ടിൽ എന്ത് വെക്കുന്നത്, ഈ ടോയ്ലറ്റ് അവൈലബിൾ. അപ്പൊ കുറെ ആൾക്കാർ പറയും സർക്കാർ സ്ഥാപനങ്ങളിലും പോലീസ് സ്റ്റേഷനിലും ഹോസ്പിറ്റലിലും ലൈക് റോഡ് സൈഡിലുള്ള കുറെ സ്ഥലങ്ങൾ അവൈലബിൾ ആണല്ലോ എന്ന് പറയും. ഇവിടേക്ക് എങ്ങനെയാണ് മനുഷ്യൻ ബാത്റൂം പോകും മാത്രമല്ല പോലീസ് സ്റ്റേഷനിലൊന്നും ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും സമ്മതിക്കൊന്നുമില്ല, പിന്നെ അവനവന്റെ അത് കയറി ചെല്ലൂല്ല. പിന്നെ അവനവൻ യൂസ് ചെയ്ത് വൃത്തിയാക്കിയില്ലെങ്കിൽ അതും അത് പ്രശ്നം തന്നെയാണ്. കാരണം പക്ഷെ വേറെ കാര്യമുണ്ട്, ആൾക്കാർ കയറുണ്ടാവും. സർക്കാർ പൈസ കൊടുത്ത് ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി വെച്ചാൽ അവിടെ അത് ക്ലീൻ ആക്കാൻ സ്റ്റാഫിനെ വെച്ചാൽ അവർക്കും ജോലിയായോ ഇല്ലേ? അങ്ങനെയും ചെയ്യാലോ. അപ്പൊ അത് സർക്കാരിനൊരു വരുമാനമായി, രണ്ടാൾക്ക് ജോലിയായി. അതെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ ട്രെയിൻ ഞാൻ പറഞ്ഞു ബൈ റോഡിന്റെ കാര്യം കൂടി പറഞ്ഞാണ് ട്രെയിനിന്റെ കാര്യം പറഞ്ഞപ്പോ ഓക്കെ. ഇനി ഒരു പോർഷൻ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഈ സെക്കൻഡ് AC-യുടെ ഇതിന്റെ നടുക്കുള്ള വാതിൽ തുറന്നു നടക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ആൾക്കാർ AC-ക്കകത്തോട്ട് അതിക്രമിച്ച് കയറുന്നുണ്ടായിരുന്നു ഒരുപാട്. ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെന്റ് അവന്മാർ തുറന്നിട്ടേക്കണം. ഇതിപ്പോ ജനറൽ കമ്പാർട്ട്മെന്റ് ഇനി ഒഴുക്ക് കണക്കിന് ആൾക്കാരോ നമ്മുടെ കക്കൂസ് കൊള്ളാണ്. അപ്പൊ അത് ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് ഞാൻ വിചാരിച്ചപ്പോഴത്തേക്കാണ് ഇതിന്റെ അകത്ത് ഒരു ടോൾ ഫ്രീ നമ്പർ എഴുതി കാണിച്ചത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന്. അപ്പൊ തന്നെ ഞാൻ ഫോൺ എടുത്ത് ഗൈസ് അതിൽ കുത്തി എന്നും പറഞ്ഞിട്ട് വിളിച്ചു. എന്നിട്ട് അതിന്റെ അതോറിറ്റീസിന്റെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെയാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കയറി പോകുന്നുണ്ട്, അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്താലേ പറ്റുള്ളൂ. കാരണം സെക്കൻഡ് AC-യിൽ നമ്മൾ കിടക്കുമ്പോൾ ഒരു സുരക്ഷിതത്വം നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. അതൊന്നുമില്ല, ഇത് ജനറൽ കമ്പാർട്ട്മെന്റിൽ ആൾക്കാർ തള്ളി കയറുകയാണ്. അപ്പൊ തന്നെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി അതിന്റെ പ്രോപ്പർ അതോറിറ്റീസ് വന്ന് അവിടെ ഉണ്ടായിരുന്നമാരെല്ലാം പറക്കി വെളിയിൽ കളഞ്ഞ് ചെറിയ കലിപ്പൊക്കെ ആയി. എന്നിട്ട് അത് അവരെ അടച്ചിട്ട് ഒരു താക്കോലിട്ട് പൂട്ടി. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നവർക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്കും ആ ഡോർ വേ ബ്ലോക്ക്ഡ്. സോ ആ ഒരു മിഷൻ നമ്മൾ അക്കോംപ്ലിഷ് ചെയ്തു. അങ്ങനെ നമ്മുടെ 1 സ്റ്റാർ പ്രോബ്ലത്തെ നമ്മൾ 5 സ്റ്റാർ സൊല്യൂഷനിൽ കൊണ്ടെത്തിച്ചേക്കും. ഓക്കെ, അപ്പൊ ബുക്ക് ചെയ്യാത്ത ആളുകൾ ഒരു കമ്പാർട്ട്മെന്റിൽ നിന്ന് വേറെ കമ്പാർട്ട്മെന്റിലേക്ക് ഇടിച്ചു കയറി വരുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ട്രെയിനിൽ പോകുന്നവർക്കൊക്കെ അറിയാം, സ്ലീപ്പറിക്കൊക്കെ ജനറൽ ആളുകൾ ഇടിച്ചു കയറി വരുന്നത് നിൽക്കുന്നതൊക്കെ ലോങ് റൂട്ടിൽ ഭയങ്കര സീനാണ്. പ്രത്യേകിച്ച് നോർത്തിലേക്കൊക്കെ പോകുന്നത് വിഷയമാണ്. അതെ അതെ. ഇനി ഇതിലൊരു കാര്യം ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കാർത്തിക് കാർത്തിക് സൂര്യന്റെ ട്രെയിൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഡോറ് തുറന്നു വെച്ചിട്ട് അതിന്റെ സൈഡിൽ പോയി ഫോൺ വിളിക്കുന്നതും നിൽക്കുന്നതും അത്ര സേഫ് പറയുന്ന ട്രെയിനിന്റെ കാര്യങ്ങൾ 1 സ്റ്റാർ റേറ്റഡ് കൊടുക്കുമ്പോൾ ഞാൻ അതിന് കാർത്തിക് സൂര്യക്ക് ഞാൻ 1 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും. ബിക്കോസ് ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ഇനിയും പോകുന്നുണ്ട് ട്രെയിനിൽ. അഭിപ്രായത്തിൽ അതിനൊരു സ്റ്റാറും കൊടുക്കരുത് എന്നുള്ളതാണ്. 1 സ്റ്റാർ കൊടുത്തത് മാറ്റൂല, മാറ്റാൻ വേണ്ടിയാണ്, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് ഭയങ്കര സീനാണ്, അത് ചെയ്യാതിരിക്കുക. ഓക്കെ, അറ്റ്സ് എ റിക്വസ്റ്റ്. അപ്പോൾ ഇതിലിപ്പോൾ പറഞ്ഞത് എന്താ, കമ്പാർട്ട്മെന്റ് മാറി ആളുകൾ വരുന്നത് വിളിച്ചു പറയാൻ ഒരു ടോൾ ഫ്രീ നമ്പറുള്ള ഒരു സാധനം കാർത്തിക് സൂര്യ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിൽ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടയർ റെയിൽവേന്റെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ആ നമ്പറിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാം, ഫോർ ബെഡ്റോൾ ക്ലീനിങ് ഇലക്ട്രിക്കൽ സെക്യൂരിറ്റീസ്. ഇതിനൊക്കെ എന്തെങ്കിലും വിളിക്കാം, ആ നമ്പറിലേക്ക് വിളിക്കാന്നാണ്. അപ്പോൾ കാർത്തിക് സൂര്യ വിളിച്ചത് എന്തിനാ, ആളുകൾ ഇങ്ങനെ വരുന്നു, അവിടെ ഡോർ ഓപ്പൺ ആണ്, ജനറൽ ടു സ്ലീപ്പർ, അപ്പൊ അത് ക്ലോസ് ചെയ്യണം, ആളുകളെ തള്ളി പുറത്തേക്കണം ആക്കി. ഒന്നുകൂടി വായിക്കി, ഫോർ ബെഡ്റോൾസ് ക്ലീനിങ് ഇലക്ട്രിക്കൽ ആൻഡ് സെക്യൂരിറ്റി എക്സെട്ര എന്ന് പറഞ്ഞിട്ടാണ് നമ്പർ. ഇനിയാണ് ഇതിന്റെ മെയിൻ കോണ്ടന്റ് വരാൻ പോകുന്നത്. ഇതിനിടയിൽ കാർത്തിക് സൂര്യ ഫുഡ് മേടിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ അവിടെയുള്ള വേസ്റ്റും സാധനങ്ങളും പെറുക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് എല്ലാം ആ കമന്റുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 1 സ്റ്റാർ റേറ്റഡ് ആക്കുന്നുണ്ട്. ഈ കോണ്ടന്റിന്റെ മെയിൻ സാധനം കാർത്തിക് സൂര്യ ഈ ട്രെയിനിലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യും. അതാണ് ഇതിന്റെ മെയിൻ സാധനം. അത് ഞങ്ങളുടെ ഉള്ള ചെയ്യാം. the nastiest part of നമ്മുടെ കംപ്ലീറ്റ് റിവ്യൂ വിവേക് എക്സ്പ്രസിലെ ടോയ്ലറ്റ്. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ റിവ്യൂവിലും പറഞ്ഞേക്കുന്ന റെക്കറിംഗ് ഫാക്ടർ ആണ് ഇവരുടെ ബാഡ് ടോയ്ലറ്റ്. ഫോർ എക്സാമ്പിൾ, ഏട്ടൻ 8K പറയാനുണ്ടായിരുന്നു സുഹൃത്തുക്കളെ, ബാത്റൂം കണ്ടീഷൻ ഈസ് വെരി വെരി അഗ്ലി. മിച്ചുവിനും പറയാനുണ്ടായിരുന്നു, ട്രെയിൻ വാസ് പൂർലി മെയിൻറ്റൈൻഡ് ആൻഡ് ദ ബാത്റൂം ആൻഡ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് വാസ് എ ഡിസാസ്റ്റർ. ഷിബുനും പറയാനുണ്ടായിരുന്നു, മലയാളിയാണെന്ന് തോന്നട്ടോ. ഈസ് ദിസ് ട്രെയിൻ ബോയ്കോട്ടഡ് ദ സെർച്ച് ഭാരത് അഭിയാൻ സ്വച്ഛ എന്നായിരിക്കും മച്ച ഉദ്ദേശിച്ചത്. കണ്ടീഷൻ ഓഫ് ടോയ്ലറ്റ്സ് ആർ വേഴ്സ്റ്റ് ദാൻ വേഴ്സ്റ്റ്. ബയോ ടോയ്ലറ്റ്സ് ആർ ടോട്ടൽ ഫെയിൽ. വാട്ട് എവർ ദ പീപ്പിൾ ആർ നോട്ട് കട്ടക്കലിപ്പിലാണ്. ഇൻജാമിനും ഇത് തന്നെയാണ് കേസ് പറയാനുള്ളത്. When the train starts moving, the smell of the toilets become an issue. So yeah, നമ്മൾ ചെക്ക് ചെയ്തു ടോയ്ലറ്റ് ആൻഡ് പറയാതിരിക്കാൻ വയ്യ, വേഴ്സ്റ്റ് കണ്ടീഷനിൽ കിടക്കുകയാണ് ഗൈസ്. സ്ലീപ്പറിലെ ടോയ്ലറ്റ് ഞാൻ നോക്കാൻ പോയി, പക്ഷെ അതിന്റെ അകത്ത് 2-3 പേര് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതുപോലും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല ഗൈസ്. ഈ 1 സ്റ്റാർ റേറ്റഡ് വേഴ്സ്റ്റ് റിവ്യൂവിനെ എങ്ങനെ 5 സ്റ്റാർ റേറ്റഡ് ആക്കാന്നുള്ള ചിന്ത എന്നെ അവിടെ കൊണ്ടെത്തിച്ചു സുഹൃത്തുക്കളെ. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ബ്രഷും ഹാർപ്പിക്കും അതിന് വേണ്ട സാധന സാമഗ്രികളും എല്ലാമായി ഞാൻ കക്കൂസ് കയറി.
എന്റെ പൊന്നോ അഴുക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇന്ത്യൻ ക്ലോസറ്റിന്റെ സൈഡിൽ അത്രയും അഴുക്ക്, അതിന്റെ ചുറ്റും ഒട്ടിച്ചേക്കുന്ന സിലിക്കൺ മൊത്തം അഴുക്ക്, അതിന്റെ സൈഡിലുള്ള ഡ്രെയിൻ അഴുക്ക്, അതിന്റെ ഹോൾ അഴുക്കില്ലാത്തൊരു ഭാഗം അതിനകത്തില്ല. അവിടത്തെ വാഷ് ബേസിൻ നമ്മൾ നോക്കി അതും ഗതികെട്ട അവസ്ഥയിൽ. പിന്നെ വെള്ളം പിടിക്കാനായിട്ട് വെച്ചേക്കുന്ന മഗ്ഗിനകത്ത് ഒരു ഓന പൊത്തല്, അതിനകത്ത് വെള്ളം ചാടുന്നു. അത് മാത്രമല്ല ആ കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഉണ്ടാക്കിയ കാലത്ത് വാങ്ങിച്ചു വെച്ച കപ്പാണെന്ന് തോന്നുന്നു. അതിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതിനകത്താണ് ആൾക്കാർ സാധിക്കണമെന്ന് വരെ നമുക്ക് തോന്നി. അത്ര വൃത്തികെട്ടത് കപ്പ്. എന്തായാലും എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ആ കർമ്മം അങ്ങോട്ട് തുടങ്ങി. ഹാർപ്പിക്ക് കടച്ചാൽ എല്ലായിടത്തും ഒഴിച്ച് ബ്രഷും കൊണ്ട് ഞാനൊരു പിടി അങ്ങ് തുടങ്ങി. ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അവിടെ കഴുകുന്നു, ഇവിടെ കഴുകുന്നു, എങ്ങനെയൊക്കെയോ ഞാൻ കഴുകി ആ കപ്പെടുത്ത് കഴുകി തുടങ്ങിയപ്പോ എന്റെ പൊന്നു കേസേ ഒരു നാറ്റം, ഒരു പാട അങ്ങോട്ട് അടിച്ച്. സത്യം പറഞ്ഞിട്ടുള്ള ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് ഈ വിഷ്വല് മാത്രമേ കൺവേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ അനുഭവിച്ച നാറ്റം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ദൈവമേ ആർക്കും ഈ അവസ്ഥ ഉണ്ടാക്കല്ലേ. എന്റെ പൊന്നു ഗൈസ്, നമ്മള് വന്ന് കയറിയ ടോയ്ലറ്റേ അല്ല അവസാനത്തെ ടോയ്ലറ്റ്. ഇതെന്താ ഇവിടെ ഉണ്ടായിപ്പോ? നമ്മൾ പുതിയൊരു കക്കൂസ് കണ്ടുപിടിച്ച സുഹൃത്തുക്കളെ. ഈ ട്രെയിനിനകത്ത് 1 സ്റ്റാർ റേറ്റഡ് കക്കൂസിനെ നമ്മൾ 5 സ്റ്റാർ റേറ്റഡ് കക്കൂസ് ആക്കിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ആ സന്തോഷം എന്നെ കർത്തിക്കുന്നു നോക്കൂ. ഓക്കെ സെറ്റ്. എനിക്കിത് കണ്ടപ്പോ ഇയാളെ ഓർമ്മ വന്നു. ഇയാളിങ്ങനെയാണ് ഹോട്ടലിൽ കയറിയാലും ഹോസ്പിറ്റലിൽ കയറിയാലും തിയേറ്ററിൽ കയറിയാലും ഇയാൾ കയറിയ കക്കൂസ് ഇയാൾ ക്ലീൻ ആക്കാം. അല്ല, ഞാനെന്താ വെച്ചാൽ ഞാൻ കയറുമ്പോ അത് ഭയങ്കര വൃത്തികേടായി കിടക്കുമ്പോ എന്തായാലും ഞാനത് എന്തായാലും സഹിച്ചു. അപ്പൊ ഇയാളാണ് ഞങ്ങളെ കാർത്തിക് സൂര്യ. അല്ല, അടുത്ത ആൾക്കത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാനത് ക്ലീൻ ചെയ്തിട്ടാണ് അതിനുള്ളിൽ. ഞാൻ തള്ളാൻ വേണ്ടി പറഞ്ഞതല്ല. ബാത്റൂം വൃത്തിണ്ടോഴിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളെവിടെ പോകുമ്പോൾ ഇവള് ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അടുത്തത് ഇവള് കയറാനുള്ളതുകൊണ്ട് കൂടെ ഞാൻ ചിലപ്പോൾ വെള്ളം അടിച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാറുണ്ട്. ഇയാൾ അങ്ങനെയാണ്. അപ്പൊ നമ്മളൊക്കെ കയറുന്നതിന് പിന്നെ ഇയാളാണ് കയറുന്നതിന് പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കയറാം. ഇയാളെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ദയവേദ ഒരു കക്കൂസ് ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അത് മോശം എന്നല്ല പറയുന്നത്, നല്ലതാണ്. നമ്മളൊന്നും പറ്റില്ല. ഇപ്പൊ ഇത് കോണ്ടന്റിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി കോണ്ടന്റിന് വേണ്ടിയിട്ടാണ് കാർത്തിക് സൂര്യ ക്ലീൻ ചെയ്തത്. ബിക്കോസ് ഞാൻ നേരത്തെ ഒരു പോസ്റ്റർ കാണിച്ചു തന്നിരുന്നു. അതിനകത്തേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ആളുകൾ കയറുന്നത് മാത്രമല്ല, ഇത് ഈ കമ്പാർട്ട്മെന്റ് പിന്നെ അത് ക്ലീൻ ആക്കണം എന്നാണ്. ഇതിന് ആക്ച്വലി ഒരു സൈറ്റ് ഉണ്ട്, ഒരു ആപ്പ് ഉണ്ട്. ഓക്കെ, അതിന് ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല, കാർത്തിക് വിളിച്ചിട്ടില്ല. കോണ്ടന്റിനാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് കോണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ആര് ക്ലീൻ ആക്കും? ഞാൻ ക്ലീൻ ആക്കും. അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ ആ ലിങ്ക് ഇല്ലേ, ആ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിനടിയിൽ വേണമെങ്കിൽ പേസ്റ്റ് ചെയ്തിടാം ഇതിന്റെ ഡിസ്ക്രിപ്ഷനകത്ത്. അതിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ SMS അയക്കാം. ക്ലീൻ സ്പേസ് 10 ഡിജിറ്റ് PNR നമ്പർ സ്പേസ് സർവീസ് ടൈപ്പ് കോഡും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് C ഫോർ ക്ലീനിങ്, W ഫോർ വെയറിംഗ് ദ വാട്ടറിംഗ് കൗച്ചസ്, എല്ലാം കാണും നിങ്ങൾക്ക്. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. CWP എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അല്ലാതെ ആരും ഈ പറഞ്ഞ പോലെ ബ്രഷും സാധനമായിട്ട് എടുത്ത് പിടിച്ച് പോകേണ്ട. കാരണം ഇന്ത്യൻ റെയിൽവേ ഇതിനൊക്കെ പണിക്കും വെച്ചിട്ട് മാത്രല്ല, അതിപ്പോ ക്ലിയർ ചെയ്യുമ്പോൾ ആ ഒരു കമ്പാർട്ട്മെന്റിൽ ആ ഒന്നും മാത്രല്ല ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരം. അപ്പൊ പിന്നെ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരം. ഇതിന്റെ പേര് കോച്ച് മിത്ര സർവീസ് എന്നാണ്. ഓക്കെ, ഈ സാധനത്തിന്റെ പേര് എനിക്ക് എല്ലാത്തും അവൈലബിൾ ആയിരിക്കുന്നുണ്ടാവും. ഒരു മറ്റേ ഒരു ട്രെയിനിന് മാത്രം ഇന്ത്യൻ റെയിൽവേയിൽ മൊത്തത്തിൽ അവൈലബിൾ ആണ്. അതെ, അതിവിടെ ഞാൻ ആ സാധനത്തിന്റെ സ്ക്രീൻഷോട്ട് കൂടെ വെക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഓൾറെഡി ട്രെയിനിന്റെ ക്ലീനിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികൾക്ക് സാലറിയും കൊടുക്കണ്ടാവില്ല. പിന്നെ ഇവരൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പൊ എന്ത് വേറെ ആള് ഇപ്പൊ കാർത്തിക് സൂര്യക്ക് ഇതൊരു കോണ്ടന്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടന്റ് ആക്കാൻ മാത്രം വൃത്തികേടായിട്ട് കിടക്കുന്നത് കൊണ്ടാണ്. അത് വൃത്തികേടായിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ അത് മെയിൻറ്റെയിൻ ചെയ്യാത്തത്. നമ്മൾ പോണ ഭാഗത്ത് നമ്മൾ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള ഒരു കാര്യമുണ്ട്. ബട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സ്റ്റാഫ് ഉണ്ട്, അവർ ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇതാർക്കും അറിയാത്തതുകൊണ്ട് ഇത് ആരും വിളിച്ച് പറയുന്നുണ്ടാവില്ല.
അതെ അതെ ഇതിലേക്ക് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാലോ മെസ്സേജ് അയച്ചാലോ ഇത് വർക്കിംഗ് ആവും. എല്ലാരും വിചാരം അല്ല ഇതിന്റെ സ്റ്റാഫൊക്കെ വിചാരിക്കും സൂപ്പ് കക്കൂസോ എല്ലാരും ഉപയോഗിക്കുന്നത്. നമ്മളെന്താ പറയുക, നമ്മള് മോളിലും അതുപോലെ നല്ല വലിയ വലിയ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അയ്യോ അത് നല്ല വൃത്തിയായി കിടക്കുന്നു പറഞ്ഞിട്ട് നമ്മളും അത് ക്ലീൻ ചെയ്തിട്ട് പോരും. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ട്രെയിനും ബസ്സും ഒക്കെയാണ് ശരിക്കും നമ്മളത്, ഗവൺമെന്റിന്റെ എന്ന് പറയുമ്പോൾ നമ്മളതല്ലേ. അപ്പൊ നമ്മൾ അതിലാണ് നിർബന്ധമായിട്ട് വെള്ളം അടിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഫ്ലൈറ്റിലാവുമ്പോ പിന്നെ പറയും വെള്ളമില്ല, അതില് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ റോട്ടിലൊക്കെ ആൾക്കാർ പുണ്യാഹാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ എടുക്കും. ചളിയ ഇവരെ ഞാൻ സൈക്കിളിലുണ്ട്. അപ്പൊ ബേസിക്കലി ഇത്രേ പറയുന്നുള്ളൂ. കാർത്തിക് സൂര്യ ടിഷ്യൂ പേപ്പർ അതായത് കാർത്തിക് സൂര്യ കോണ്ടന്റിന് വേണ്ടിയിട്ട് ആ പാട്ട് ചെയ്തതാണെങ്കിലും ഗുഡ് എഫേർട്ട്. അടിപൊളി കേട്ടോ, ആ കൈ കൊണ്ട് എഴുതിയത് ഞാൻ നമിച്ചത്. അത് കിട്ടുന്ന എഫേർട്ടാണ്. പക്ഷെ ആളുകൾ മനസ്സിലാക്കിയ എല്ലാവരും കാർത്തിക് സൂര്യ ആവേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ ഒരു സർവീസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇന്ത്യൻ റെയിൽവേന്റെ ഇത് മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക. ഇതിനകത്ത് ഇതൊക്കെ നിങ്ങൾ അയച്ചാലും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ഇതിലാളും ക്ലീൻ ചെയ്യുന്നുള്ളത്. പക്ഷെ ആരും ആർപ്പിക്കും പ്രഷർ എടുത്ത് ഇറങ്ങി വേണ്ട. ആള് വന്നില്ലെങ്കിലും ആവശ്യമില്ല. ആ ഒരു പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം എടുത്താലും ഒഴിച്ചാൽ മതി. എന്നാ കാർത്തിക് സൂര്യ ഒന്നും ആവേണ്ട ആവശ്യം. അങ്ങനെയാണെങ്കിൽ 10 കൊല്ലം മുന്നേ മുതൽ ഒഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 10 കൊല്ലം മുന്നത്തെ വേസ്റ്റ് അതിനകത്തുണ്ട്. അന്ത കാലഘട്ടം മുതലുള്ള ആൾക്കാർ ഒഴിക്കും. തുരുമ്പ് വന്നിട്ടുണ്ടാവും ക്ലാസ്സിലൊക്കെ. അപ്പൊ എന്താ ചെയ്യാ എല്ലാവരും. അപ്പൊ ഞാൻ ഈ ഒരു സാധനം ഞങ്ങൾക്ക് വെച്ചെന്നത് ഇതിനാണ്. ഇത് വേണമെങ്കിൽ യൂസ് ചെയ്തോ. ഈ പറഞ്ഞ മാതിരി ആരും എടുത്ത് പിടിച്ചു പോയിട്ട് നാളെ ആർപ്പിക്ക് പിടിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല. കാർത്തിക് സൂര്യക്ക് അത് എഫേർട്ടും ആണ്, കോണ്ടന്റ് ജോലി എടുക്കട്ടെ. അതെ, അത് ജോലി ചെയ്യണം. അതെ. അപ്പൊ എന്തായാലും ഗൈസ് എന്താ പറയാ, നല്ല കോണ്ടന്റ് നമുക്ക് നാളെ മുതൽ ഇറങ്ങിയാലോ. കക്കൂസ് ട്രെയിനൊക്കെ തടഞ്ഞു നിർത്തിട്ട് ഞങ്ങൾ അല്ലാതെ നമ്മള് തിന്നാൻ വേണ്ടിട്ട് നമ്മളെ കൊണ്ടല്ലേ പറ്റൂ. തിന്നാൻ വേണ്ടിട്ട് ഇവര് കഷ്ടപ്പെട്ട് കോണ്ടന്റ് ചെയ്യണം. അത് ആരുടെ നാളെ ഭക്ഷണമൊക്കെ കഴിച്ച് കൊച്ചിയൊക്കെ ചുറ്റി ഞങ്ങളോട് തന്നെ പറ്റൂ ഗൈസ്. ഓരോരുത്തരും പറ്റുന്ന പണി ചെയ്യും. ഞങ്ങൾക്ക് പറ്റണ പണി. അപ്പൊ ഓക്കെ ഗൈസ്, ഞങ്ങളെ പറ്റുന്നത് തിന്നാത്തുള്ളൂ. അപ്പൊ അത് കഴിക്കാനായില്ലേ പോലെ ഞാൻ ബീഫ് പറഞ്ഞു. ഓക്കെ ബൈ.